ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്സിൽ ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം സെറ്റ് എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റ് ക്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് HSST പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി HSCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതാണ്. എക്സാമും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു HSST നോട്ടിഫിക്കേഷൻ ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ HSST എക്സാം എഴുതണമെങ്കിൽ നമുക്ക് സെറ്റ് മസ്റ്റായും ഉണ്ടായേ പറ്റൂ. അപ്പം അതുകൊണ്ട് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നന്നായി പഠിച്ച് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്ലാൻഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നമുക്കറിയാം സെറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു PG ലെവൽ എക്സാം ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങളെ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം വാല്യൂ ഓഫ് 2 sin θ plus 3 cos θ ഈസ് √13, 2, 3, 5. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? 2 sin θ plus 3 cos θയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അല്ലേ, ഇതിന്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? A sin θ plus B cos θ എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് തന്നിട്ട് നമ്മളോട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? √A² plus B² ചെയ്താൽ മതി. ഇവിടെ A എന്ന് പറയുന്നത് എന്താ? 2 ആണ്. B എന്ന് പറയുന്നത് 3 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2² plus 3². 2² എന്ന് പറയുന്നത് 4 ആണ്. 3² എന്ന് പറയുന്നത് 9 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? √13 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ A √13 ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ ചോദിക്കുമോ? നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതോടൊപ്പം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം പ്രാക്ടീസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ഈ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തെറ്റിക്കും. അത് നമ്മുടെ മാർക്കിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബേസിക് ലെവൽ മുതൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ √13 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ഇന്റഗ്രൽ x log x dx ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് x² log x by 4 minus x² by 2 plus c, x² log x by 4 plus x² by 2 plus c, x² log x by 2 plus x² by 4 plus c, x² log x by 2 minus x² by 4 plus c. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇത് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതും PYQ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ x log x dx എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുൻപേ നോക്കൂ, ലോഗരിതം രണ്ടാമതും ആൾജിബ്രായിക് ഫംഗ്ഷൻ ഫസ്റ്റും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം, എന്നിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇന്റഗ്രൽ log x ഇൻറ്റു എക്സ്, നമ്മൾ ആ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇപ്പം എന്തുകൊണ്ടാണ് ഓർഡർ ചേഞ്ച് ചെയ്തത് നമുക്കറിയാം. കാരണം x log x dx എന്ന് എടുക്കുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് log x ആണ്. log x ന് ഇന്റഗ്രൽ ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ log x നെ ഫസ്റ്റ് എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂൾ അറിയാം, ആദ്യം ഇത് ലോഗരിതമിക് വന്നതിന് ശേഷമാണ് എന്ത് വരേണ്ടത്? ആൾജിബ്രായിക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്തത്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്താൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ അപ്പോൾ log x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x. ഡെറിവേറ്റീവ് ഓഫ് log x എന്ന് പറഞ്ഞാൽ എന്താ? 1/x. log x ന് ഇന്റഗ്രേഷൻ ആണ് ഇല്ലാത്തത്, ഡിഫറൻസിയേഷൻ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ 1/x ഇൻറ്റു, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മളതിനെ ഇനി ഇന്റഗ്രേഷൻ ചെയ്യാണ്. log x ഇൻറ്റു
എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് നമുക്ക് കിട്ടി. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. ഈ ഡി എക്സ് എന്തിനാ നമ്മൾ വീണ്ടും ഇട്ടത്? ഇവിടെ ഇന്റഗ്രേഷന്റെ സിമ്പിൾ പുറത്ത് വരുന്നുണ്ട് അല്ലേ. ദെൻ ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇവിടുത്തെ എക്സും ഈ ഒരു എക്സും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദെൻ 1 ബൈ 2 കോൺസ്റ്റന്റ് ആണ്, ഔട്ട്സൈഡ് എടുക്കാം. ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വരും. ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 1 ബൈ 2 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2. അപ്പം പ്ലസ് സി ഉണ്ട് അല്ലേ. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമ്മുടെ ആൻസർ ആയി. ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2നെ നമുക്ക് എക്സ് സ്ക്വയർ ലോഗ് എക്സ് ബൈ 2 എന്ന് എഴുതിക്കൂടെ. മൈനസ് 1 ബൈ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2. അവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി എന്ന് എഴുതാം. നോക്കൂ ഏതാണ് ആൻസർ? എക്സ് സ്ക്വയർ ലോഗ് എക്സ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇത് ഇന്റഗ്രേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം സെറ്റ് മാത്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് വരേണ്ടത്, ആ ഒരു രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലാതെ കുറേ വാരി വലിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പം അതിനായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ സെറ്റ് അസ്ത്ര 3.0 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ ബേസ്ഡ് സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും, PDF നോട്ട്സ്. ഒപ്പം നിങ്ങൾക്ക് ലൈവ് സെഷൻസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ലൈവ് സെഷൻസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ നമുക്ക് ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു വീക്ക് കഴിയുമ്പോൾ വീക്ക്ലി എക്സാമുകൾ ഉണ്ടാവും, വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ എങ്ങനെയാണോ സെറ്റിൻ്റെ എക്സാം ഉണ്ടായിരിക്കുക അതേ പാറ്റേണിൽ തന്നെ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യും. ഒപ്പം മെൻറ്റർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന മാത്സ് ആണ്. പലതരത്തിലുള്ള ഡൗട്ടുകളും നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ് ഈസ് y ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി, y ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് സി. സി ഓപ്ഷൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് y പ്ലസ് സി ഈസ് ഈക്വൽ ടു എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് y പ്ലസ് സി ഈസ് ഈക്വൽ ടു 2x. നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക? ഇവിടെ dy is equal to 1 plus y square dx ആണ്. അപ്പോൾ നമുക്കിവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്യാം. അതായത് ഡിവൈൻ്റെ കൂടെ വൈൻ്റെ ടേംസും ഡി എക്സിൻ്റെ കൂടെ എക്സിൻ്റെ ടേംസും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ dy is equal to 1 plus y square dx എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? dy by 1 plus y square is equal to dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക രണ്ട് സൈഡിലും. dy by 1 plus y square is equal to integral dx. ഈ ഇൻ്റഗ്രൽ dy by 1 plus y square എന്ന് പറയുന്നത് dx divided by 1 plus x square എന്ന് പറയുമ്പോൾ tan inverse x ആണ്. അപ്പോൾ dy divided by 1 plus y square എന്ന് പറയുന്നത് എന്താ? tan inverse y ആണ്. സോ tan inverse y is equal to integral dx.
ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് വരിക പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് സി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. വൈ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓപ്ഷൻ എ വൈ ഇസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി ആണ്. നമുക്കറിയാം വൈ ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് എക്സ് പ്ലസ് സി ആണ് ആൻസർ എന്ന്. പക്ഷേ എക്സാമിൻ്റെ ആ ഒരു ടെൻഷനിൽ മാറിപ്പോവരുത്. ഓപ്ഷൻ കൃത്യമായി നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ആണ് നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇക്വേഷൻ്റെ ഫോം? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോമിൽ വരണം. അപ്പോൾ ഇവിടെ ആ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ഇൻറ്റു എക്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡിവൈഡഡ് ബൈ എക്സ് ആകുമ്പോൾ രണ്ടും കട്ടായി പോവും. ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? ഡി വൈ ബൈ ഡി എക്സ് മാത്രമേ വരുള്ളൂ. പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ എക്സ്. ഇനി നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് കറക്റ്റാക്കി എഴുതുകയാണ്. ഡി വൈ ബൈ ഡി എക്സ് സി പ്ലസ് വൈ ബൈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഇസ് ഈക്വൽ ടു ക്യൂ എന്നുള്ള ഫോർമാറ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി വൈ ആണ്. അപ്പോൾ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി എന്ന് പറയുന്നത്. വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 1/x dx. നമുക്കറിയാം ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് log x ആണ്. സോ ഇ റേസ് ടു log x എന്ന് വരും. നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗറിതമിക് ഫംഗ്ഷനും രണ്ടും ഒരുമിച്ച് വന്നാൽ രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് എക്സ് മാത്രം വരും. സോ ഇവിടുത്തെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ഇവിടെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് എ സ്ക്വയർ മൈനസ് 2a മൈനസ് ഐ ഈക്വൽ ടു 0 ദെൻ ദ ഇൻവേഴ്സ് ഓഫ് എ ഈസ്. നമുക്ക് ഇത് മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മെട്രിക്സും ഡിറ്റർമിനൻസ് ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ സ്ക്വയർ മൈനസ് 2a മൈനസ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഐ, എ പ്ലസ് 2, എ മൈനസ് 2, എ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി ഇത് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് തന്നിട്ടുള്ളത് എ സ്ക്വയർ മൈനസ് 2a മൈനസ് ഐ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമ്മൾ ത്രൂ ഔട്ട് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 2a ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ആക്ച്വലി എ സ്ക്വയർ എന്ന് പറയുന്നത് എ ഇൻറ്റു എ അല്ലേ? എ ഇൻറ്റു എ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 2a എ ഇൻവേഴ്സ് മൈനസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു 0. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഇൻറ്റു എ എന്താണ്? എ തന്നെയാണ് അല്ലേ? ഐ എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് മൈനസ് 2 ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും ഐ ആണ്. അപ്പോൾ 2i മൈനസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എ ഇൻവേഴ്സ് വരും ഈക്വൽ ടു 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ഇൻവേഴ്സ് ആണ്. സോ എ ഇൻവേഴ്സിന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ എ മൈനസ് 2i ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ മൈനസ് 2i ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ മൈനസ് 2. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സെറ്റ് മാത്സിലെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
കാരണം നമുക്ക് കുറച്ചധികം കണ്ടൻസ് തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കണം. മാത്സ് നന്നായി വർക്കൗട്ട് ചെയ്ത് അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതോടുകൂടി വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. എങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം HSST ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സെറ്റ് ഇല്ലാതെ നമുക്ക് HSST ഒന്നും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. പലരും ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സമയം ഒട്ടും വേസ്റ്റ് ആക്കരുത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലോട്ട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്